ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്ഫുൾ ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യം ഫ്രൂട്ട്ഫുൾ ആണെന്ന്. അതുപോലെ ഒരു വചനമുണ്ട്, കൊളോസസ് 1:10, കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും. അതായത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറും. നമ്മൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ എങ്ങനെയാണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്? ഓക്കെ, പറ്റും, പക്ഷേ അത് ഇങ്ങനെ ചുമ്മാ പറഞ്ഞാൽ മതിയോ എങ്ങനെയാണ് പറ്റുന്നത്? അതിൻ്റെ ഒരു വചനമുണ്ട്. വചനം ഇതാണ് പറയുന്നത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് വചനമാണ്. റോമ 8:26, ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് തൻ്റെ വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ആത്മാവ് ദൈവഹിതമനുസരിച്ച് തൻ്റെ വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവഹിതം നടക്കാൻ വേണ്ടി ആത്മാവ് നമുക്ക് വേണ്ടി ഇൻട്രസീഡ് ചെയ്യുന്നു. ചുമ്മാ ആലോചിച്ച്, നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നു, ആത്മാവ് ഇങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ ഇൻട്രസീഡ് ചെയ്യുവാണ്, ഇങ്ങനെ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ഹിതം നടക്കാൻ വേണ്ടി. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താ? ഈ ഒരു ഇൻട്രസെഷൻ നടക്കത്തില്ല. ഇങ്ങനെ ഇൻട്രസെഷൻ നമുക്ക് ഉണ്ടാകത്തില്ല. ഈ ആത്മാവ് ദൈവഹിതം നടക്കാൻ വേണ്ടി ഇൻട്രസെഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകത്തില്ല. അതാണ് പ്രയറിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കുമ്പം ഈ ഒരു ബോധ്യം ഉള്ളിലുണ്ടാവണം. ദൈവത്തിൻ്റെ ഹിതം നടന്നാലല്ലേ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഫുൾഫിൾ ആവത്തുള്ളൂ, ഫലദായകമാവത്തുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നാലേ ആവത്തുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ ആത്മാവ് നയിക്കും. ആത്മാവ് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ തരും, ദൈവത്തിൻ്റെ ഹിതം നടത്തി തരും. സോ ഈ പ്രാർത്ഥന നമുക്കിങ്ങനെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ഇങ്ങനെ ഈ ഒരു ബോധം ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കാര്യം നടക്കുന്നുണ്ട് എന്നൊരു ബോധം ഉണ്ടാവട്ടെ. ബൈബിളിൽ വചനമുണ്ട്, മത്തായി 6:21 തോന്നുന്നു, മത്തായി 14:21 കണ്ടോ പറയുന്നതാണ്, ഈശോ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം പ്രാർത്ഥിക്കാനായി മലയിലേക്ക് കയറി. അവിടുന്ന് അവിടെ തനിച്ചായിരുന്നു. ഈശോ പ്രാർത്ഥിക്കേണ്ട സമയത്ത് കർത്താവ് ആൾക്കാരെ പിരിച്ചു വിട്ടിട്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി തനിച്ചിരുന്ന് പ്രാർത്ഥിക്കും. സോ നമ്മുടെ ലൈഫിൽ ഈ ഒരു പ്രാർത്ഥന ഉണ്ടാവണം. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഉണ്ടാവണം. പ്രാർത്ഥിക്കണം, ഈശോയുടെ ഹിതം നടക്കാനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ലൈഫിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഫലദായകമായിട്ട് തീരും. നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്താൽ അഭിവൃദ്ധിപ്പെടും. ഈ ഒരു വചനങ്ങൾ ഉള്ളിലാണ് കൊളോസസ് 1:10, റോമ 8:27, മത്തായി 14:23.